എല്ലാവർക്കും ദേവി കൃപ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പൂരി മസാലയാണ്. അപ്പം മസാല എങ്ങനെ ആദ്യം ഉണ്ടാക്കാന്ന് കാണിച്ചിട്ട് പൂരി ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ഉണ്ടാക്കാം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ദേവി കൃപ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിക്കും പൂരിക്കും പറ്റിയ ഒരു മസാലക്കറിയാണ് കേട്ടോ. അപ്പം അതിനായിട്ട് ഞാൻ ഗ്യാസ് കത്തിച്ചു, എന്നിട്ട് ഒരു കുക്കർ വെച്ചു. അതിനുശേഷം പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പൊ നമുക്കൊരു ഒരേ ഒരു കുക്കറിന്റെ ആവശ്യമുള്ളൂ കേട്ടോ ഇത് ഉണ്ടാക്കാൻ. അപ്പൊ അതാണ് ഞാനൊരു കുക്കർ വെച്ചേക്കണത്. എന്നിട്ട് ഞാൻ ഇതിൽ വെള്ളം ഉണ്ടായിരുന്നു, അതൊന്ന് വറ്റിക്കോട്ടെ. ഞാനൊരു ടവലെടുത്ത വെള്ളം ഒന്ന് തുടക്കട്ടെ. ഓക്കെ, അപ്പോൾ വെള്ളം തുടച്ചു. അതിനുശേഷം ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. നമ്മൾ കുക്കിങ്ങിന് വെളിച്ചെണ്ണയാണ് ഒഴിക്കാറ്. അപ്പോൾ അതാ ഞാൻ കടുക് പൊട്ടിക്കാനും അത് ഫ്രൈ ചെയ്യാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് കടുക് ഇടുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്, കണ്ടില്ലേ. എന്നിട്ട് ഞാൻ ഒരു 1.5 സ്പൂണോളം കടുക് ഇട്ടു. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ജീരകം ഇട്ടു. അപ്പം അതൊന്ന് പൊട്ടട്ടെ. അതുവരെ നമുക്ക് ഇതൊന്ന് വെയിറ്റ് ചെയ്യാം. കടുകും ജീരകവും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊന്ന് പൊട്ടണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പൊട്ടറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് കേട്ടോ. അപ്പൊ നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല, ഒരു കുക്കറിൽ മാത്രം നമുക്കിത് ചെയ്തെടുക്കാം. അപ്പൊ വേറെ കുറെ പാത്രങ്ങൾ കഴുകേണ്ട ആവശ്യമില്ല. ഒരേ ഒരു കുക്കറിൽ നമുക്ക് ഈ പൊട്ടറ്റോ മസാലക്കറി ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആണ് ഞാൻ പറഞ്ഞത്, കുക്കറിൽ കുക്ക് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഇതൊന്ന് പൊട്ടണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം ഞാൻ വേറൊരു കാര്യം പറഞ്ഞു, ഞാൻ കുറച്ച് കടലപ്പരിപ്പ് കൂടി ഇടാറുണ്ട് കേട്ടോ. അതും കൂടി ഇട്ടിപ്പോൾ പൊട്ടി തുടങ്ങി, അത് ഞാൻ ഇടാൻ മറന്നുപോയി. അപ്പം അതും കൂടിയും കടലപ്പരിപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിതാ പൊട്ടിത്തുടങ്ങി കേട്ടോ, കടുകൊക്കെ പൊട്ടിത്തുടങ്ങി. കടുകും ജീരകം എന്താന്ന് വെച്ചാൽ ഇനി നല്ലൊരു ഇതും കിട്ടും, ഒരു നല്ല ഫ്ലേവറും കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഗ്യാസ് പ്രശ്നം, പൊട്ടറ്റോന്റെ ഗ്യാസ് പ്രശ്നവും കുറഞ്ഞു കിട്ടും. അപ്പോൾ നമ്മുടെ അവിടെ ഉള്ള കരിവേപ്പിലയാണ് കേട്ടോ. അപ്പം ഞാനത് കുറച്ച് ഇപ്പൊ പറിച്ച് എടുത്ത് കഴുകി കരിവേപ്പില ഇട്ടു. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് സവാള ഇട്ടിട്ട് കടുക് പൊട്ടി സവാള ഇട്ടു. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് ഫ്രൈ ആവാൻ കാണുന്നുണ്ടല്ലോ അല്ലേ. സവാള പെട്ടെന്ന് ഫ്രൈ ആവാൻ നമുക്ക് ചുറ്റുകൂടിയിട്ടുണ്ട്. അല്ലേ, ഈ കറിക്ക് ആവശ്യമായുള്ള ചുക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ സവാള നന്നായിട്ട് ഫ്രൈ ആവട്ടെ. ഞാനിന്ന് ഉണ്ടാക്കുന്നത് പൂരി മസാലയാണ് കേട്ടോ, ഈ പൊട്ടറ്റോ മസാലക്കറിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു, എന്നോട് എൻ്റെ സ്റ്റുഡൻസ് പറഞ്ഞു അവർക്ക് ചപ്പാത്തിയുടെ കറികൾ കുറച്ച് മിസ് പറഞ്ഞു തരണമെന്ന്. അപ്പം ഞാനത് കുറച്ച് ഇതിന് മുമ്പ് ഞാൻ ഒരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം ഞാൻ ഈ ലഞ്ചിന്റെ കറികളാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാലിപ്പോ ഞാൻ ഇന്ന് ഉണ്ടാക്കുമ്പോൾ അത് കാണിക്കാന്ന്. ചില ദിവസം നമുക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, തിരക്കായ കാരണം ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴേ. അപ്പൊ ഇന്നത് രാവിലെയാണ്, ഇന്നിപ്പോ സൺഡേ ആയതുകൊണ്ട് രാവിലെയാണ് പൂരി മസാല ഉണ്ടാക്കുന്നത്. അപ്പൊ വിചാരിച്ചു എന്നാ പിന്നെ അത് ഷൂട്ട് ചെയ്യാന്ന് കേട്ടോ. അപ്പൊ അതൊന്ന് ഫ്രൈ ആവട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരുപാടൊന്ന് ഫ്രൈ ആക്കണ്ട, ആ സവാളയുടെ ആ ഒരു പച്ച മണം ഒന്ന് പോകുന്നത് വരെ ഫ്രൈ ചെയ്യാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ടൊമാറ്റോ ഇടുക കേട്ടോ. ആ ടൊമാറ്റോ അതുപോലെ തന്നെ ആ പച്ചമണം പോണ വരെ ഒന്ന് ഫ്രൈ ആക്കുക.
അപ്പം അത് അവിടെ കിടന്ന് ഫ്രൈ ആവട്ടെ. അപ്പം ഞാനിപ്പോൾ എടുത്തേക്കണത് ഞങ്ങൾ 3 ആളാണ്. അപ്പോൾ ഞാൻ എല്ലാവരും കണക്കിനാണ് കേട്ടോ എല്ലാം ചെയ്യാറ്. അപ്പം അതുകൊണ്ട് പൊട്ടറ്റോ എടുത്തേക്കണത് ഞങ്ങൾ 3 ആള് എന്ന് പറയുമ്പോൾ വലിയ ഒരു പൊട്ടറ്റോ 5 പൊട്ടറ്റോ എടുത്തു. അതായത് 3 പേര് ഓരോ പൊട്ടറ്റോ വെച്ച് പ്ലസ് 2 പൊട്ടറ്റോ ആഡ് ചെയ്തു കേട്ടോ. അങ്ങനെ 5 പൊട്ടറ്റോ എടുത്തു. എന്നിട്ട് ഞാനൊരു തക്കാളി, ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ സവാള എടുത്തേക്കണത് ഒരു 3 സവാള, പിന്നെ പച്ചമുളക് ഒരു 5-6 പച്ചമുളക്, ഇഞ്ചിയും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഞാൻ ചെയ്യുന്നത് ഈ ഇഞ്ചിയും പച്ചമുളകും നല്ലോണം എടുത്തിട്ടുണ്ട്. ഇഞ്ചി നല്ലോണം എടുത്തിട്ടുണ്ട്, കാരണം ഗ്യാസിനൊക്കെ നല്ലതാണല്ലോ. അപ്പൊ ഈ തക്കാളിയുടെ കൂടെ തന്നെ ഇഞ്ചിയും ഇട്ടിട്ട് അതും കൂടി ഒന്ന് ഫ്രൈ ആവട്ടെ. അപ്പം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ അതാണ് എൻ്റെ കണക്ക് കേട്ടോ. ടൊമാറ്റോൻ്റെയും ആ ഒരു പച്ചപ്പ് ഒന്ന് ഫ്രൈ ആയപ്പോൾ ശരിയായിട്ടുണ്ട്. പിന്നെ ഞാൻ ഇടുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാണ്. എന്നിട്ട് ഒന്നും കൂടിയും ഒന്ന് ഫ്രൈ ചെയ്യാണ്. പിന്നെ ചെയ്യുന്നത് കുറച്ച് അതിൻ്റെ ഒരു ഭംഗിക്ക്, ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ഇടും കേട്ടോ. കാരണം ആ കളറൊന്ന് ഭംഗിയാവാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതൊരു 1/2 സ്പൂൺ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ഇട്ടു. ഇപ്പോൾ ഇതാ ഏതാണ്ട് എല്ലാം ഒന്ന് മുളക് പൊടിയുടെ മുളക് പൊടി ഓൾറെഡി ഞാൻ വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു പിന്നെയും വറുത്തത് കൊണ്ട് ആ പച്ചപ്പൊക്കെ ഉണ്ടാവില്ല. എന്നാലും ഞാൻ ഒന്നും കൂടി ഇട്ടു. അതിനുശേഷം ഞാൻ പൊട്ടറ്റോ വെള്ളത്തിലിട്ട് വെച്ചു കട്ട് ചെയ്തപ്പോൾ കറുക്കാതിരിക്കാൻ കേട്ടോ. അപ്പം അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ കുറച്ച് നേരം മുമ്പേ പൊട്ടറ്റോ നമ്മൾ എന്താ പറയുക കട്ട് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചാൽ ഒരു ബ്ലാക്കിഷ് കളർ വരില്ല കേട്ടോ. അപ്പോൾ ഇതാ, അപ്പം എൻ്റെ അമ്മയാണ് ഇങ്ങനെ ചെയ്യുക എണ്ണീറ്റ്. അതായത് ഒരാൾക്ക് ഒരു വിധം വലിയ പൊട്ടറ്റോ വേണം കേട്ടോ. അതൊരാൾക്ക് പ്ലസ് 2 പൊട്ടറ്റോ ആഡ് ചെയ്യും. അപ്പം കറക്റ്റായിട്ട് നമുക്ക് തികയാതെ ഇരിക്കില്ല, എന്നാൽ കുറച്ച് അത്യാവശ്യത്തിന് കൂടുതലും ഉണ്ടാവും. ഞാൻ അങ്ങനെയാണ് കേട്ടോ. 3 പൊട്ടറ്റോ, 3 ആളുണ്ടെങ്കിൽ 3 പൊട്ടറ്റോ പ്ലസ് 2 പൊട്ടറ്റോ ആഡ് ചെയ്യും. അങ്ങനെ 5 പൊട്ടറ്റോ, ഒരുവിധം നല്ല പൊട്ടറ്റോ, വലിയ പൊട്ടറ്റോ എടുത്ത് പ്ലസ് ആളുടെ അളവിന് സവാള എടുത്തു 3 എണ്ണം. തക്കാളിയും എടുക്കുക, 2-3 തക്കാളി എടുക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് എരിവ്, 5-6 പച്ചമുളക്, നല്ലവണ്ണം ഇഞ്ചിയിടുക. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഒന്ന് ഞാൻ ഫ്രൈ ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്നത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പൂരിക്കാണ് വേണ്ടത്. അപ്പോൾ കുറച്ചൊന്ന് ലൂസായിട്ട് ഉണ്ടാക്കുകയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം പൂരി കഴിക്കുമ്പോൾ കുറച്ചൊന്ന് ലൂസായിട്ടുള്ള മസാലയാണ് നല്ലത്. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ഈ ഒരു കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു. എന്നിട്ട് ഞാൻ അടുത്തത് കുക്കർ അടച്ച് വെക്കുകയാണ് കേട്ടോ. കുക്കർ അടച്ച് വെച്ചിട്ട് എൻ്റെ ഒരു കണക്കും പ്രകാരം 4 വിസിലാണ് കുക്കർ അടച്ച് വെച്ചാൽ ഞാൻ ഇടാറ് കേട്ടോ. മീൻസ് അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ എല്ലാം കുക്കറിൻ്റെ അളവും എല്ലാം നോക്കിയിട്ടാണ് ഞാൻ, മീൻസ് കറക്റ്റ് വേവൊക്കെ. പക്ഷേ ഞാൻ ജോലിക്ക് പോകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണ്ടേ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇതെല്ലാം ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചെല്ലാം ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇങ്ങനെ കറക്റ്റ് ഇതിൽ പറയണത്. ഇത്രയും വേവ് വേണമെന്ന് 4 വിസിൽ കുക്കറിന് നമ്മൾ ഇടണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ആൾമോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഞാൻ ഈ പൂരി എങ്ങനെയാണ് നിങ്ങൾക്ക് ചപ്പാത്തി കുഴയ്ക്കുന്നത് കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ ഇവിടെ എൻ്റെ ചെറിയൊരു ഫുഡ് പ്രോസസ്സർ ഉണ്ട്, അതിൽ ആണ് ഞാൻ ചപ്പാത്തി കുഴയ്ക്കുന്നത്. പെട്ടെന്ന് കുഴയ്ക്കാം. ഇപ്പം ഞാൻ നിങ്ങൾക്ക് അളവ് കാണിച്ചു തരാം കേട്ടോ. ഒരു 3 കപ്പ് എന്താ പറയുക ആട്ടയാണ് എടുത്തേക്കണത്. ഇതിൽ ഫുഡ് പ്രോസസ്സറിൽ അതിൽ കുറച്ച് ഉപ്പ് ഇട്ടു കേട്ടോ. ഇവിടെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഗ്രൈൻഡറിൻ്റെ അപ്പുറത്താണ് പ്ലഗ് ഞാൻ ഓൺ ചെയ്തു. എന്നിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. കുറച്ച് തീക്കി വെച്ചാലേ കാണുള്ളൂ. അപ്പോൾ
ഞാൻ അതിലേക്ക് ഞാൻ 3 കപ്പാണ് ആട്ട ഇട്ടേക്കണത്. അപ്പൊ ഞാൻ അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു. അതായത് ആട്ടയുടെ പകുതിയാണ് കേട്ടോ ഫുഡ് പ്രോസസ്സറിൽ നിങ്ങളുടെ ഇതിലൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫുഡ് പ്രോസസ്സറിൽ വെള്ളം ഒഴിക്കേണ്ടത് അതൊഴിച്ചു. അതിനുശേഷം ഞാൻ ചെയ്യാം നല്ലെണ്ണയാണ് കേട്ടോ ഞാൻ ചപ്പാത്തിക്ക് കുഴയ്ക്കാം. അപ്പൊ കുറച്ച് സോഫ്റ്റ് ആവും. ഞാൻ നോക്കിയിട്ടുണ്ട്, നെയ്യൊക്കെ ഒഴിച്ച് നോക്കി. പക്ഷെ നല്ലെണ്ണ ആകുമ്പോൾ അതാ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു. എന്നിട്ട് അത് നമ്മൾ ഓൺ ചെയ്യാണ് കേട്ടോ. അപ്പൊ ഇതിപ്പോ ഞാൻ ശരിയാക്കി കണ്ടില്ലേ, ചപ്പാത്തി കുഴഞ്ഞ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. ചപ്പാത്തി കുഴഞ്ഞു വരുന്നുണ്ട്. ചപ്പാത്തി കുഴഞ്ഞു ഉരുണ്ടയായിട്ട് വരുന്നുണ്ട്. കണ്ടില്ലേ, ഞാൻ നിങ്ങളെ കാണിച്ചതാ കേട്ടോ. എന്നിട്ട് ഞാൻ ഇനി നിങ്ങളെ എടുത്തിട്ട് കാണിക്കണ്ട. ഇപ്പൊ ചപ്പാത്തി ആയിക്കഴിഞ്ഞു. മീൻസ് ചപ്പാത്തി അല്ല കേട്ടോ, മാവ് ആട്ടമാവ് ആയിക്കഴിഞ്ഞു. കണ്ടില്ലേ, ഓക്കെ. അപ്പൊ കണ്ടില്ലേ, ഇതേ നല്ല രസത്തില് വന്നിട്ടുണ്ട്. ഇനി നമ്മളൊന്നും ചെയ്യണ്ട, അതങ്ങ് പ്രസ് ചെയ്തെടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ. അപ്പോൾ നമുക്കിനി പൂരി ഉണ്ടാക്കാം. അതിൻ്റെ കൂടെ ഞാൻ മസാലക്കറിയും കാണിച്ചു തരാം കേട്ടോ. കണ്ടല്ലോ, അതെ ഞാൻ കുക്കർ തുറന്നു. നല്ല അടിപൊളിയായിട്ടുള്ള മസാലക്കറി റെഡിയായി. അപ്പോൾ ഞാനിനി അടുത്തത് പൂരിയാണ് ഉണ്ടാക്കണത്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചു. നമ്മുടെ വീട്ടിലുണ്ടായ കരിവേപ്പിലായ കാരണം തണ്ടോട് കൂടി ഞാൻ ഇടുകയാണ് കേട്ടോ. ഒരെണ്ണം കൂടി ഇട്ടു. കണ്ടില്ലേ. എന്നിട്ട് അതവിടെ കിടന്ന് ഒന്നും കൂടി തിളക്കട്ടെ. ഇത് കുക്കായി കേട്ടോ, എല്ലാം നന്നായി കുക്കായി. പക്ഷെ ഒന്നും കൂടി തിളപ്പിച്ചിട്ട് എടുക്കുന്നു, അത്രേ ഉള്ളൂ. കണ്ടില്ലേ നിങ്ങൾ. അപ്പോൾ ഞാനിനി പൂരിയുടെ പണിയിലേക്ക് കിടക്കട്ടെ. ഞാൻ ഒന്നും കൂടി കുക്കർ വെറുതെ ഓൺ ചെയ്തിട്ട് ഗ്യാസിൽ വെച്ചു. ഒന്നും കൂടി തിളപ്പിച്ചു. അത് കഴിഞ്ഞ ശേഷം തിളക്കിയിട്ടല്ലോ, കണ്ടില്ലേ നിങ്ങൾ. ഇതാ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചു. ആ കരിവേപ്പിലും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് തിളപ്പിച്ചു. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇനി പൂരിയുടെ പണിയിലേക്ക് കിടക്കാം. പൂരി പ്രസ് ഓപ്പൺ ചെയ്ത് വെച്ചു. ഞാൻ കുറച്ച് ഓയിൽ തടവി കൊടുത്തു പൂരി പ്രസ്സിൽ. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ചെറിയ ചെറിയ പൂരിയാണ് ഇഷ്ടം കേട്ടോ. അപ്പം ഇതൊന്ന് ഞാൻ പ്രസ് ചെയ്യാൻ വെച്ചു. ചെറിയ പൂരിയായിട്ടാണ് ഉണ്ടാക്കണത്. എന്നിട്ട് ഞാൻ ഇതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. കണ്ടില്ലേ, ഇത്രയും വലിപ്പമുള്ള പൂരിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ കണ്ടില്ലേ നിങ്ങൾ. അപ്പം ഞാൻ ഇതുപോലെ കുറച്ച് പൂരി ഉണ്ടാക്കിയ ശേഷം പിന്നെ ഞാൻ പൂരി പ്രസ് ചെയ്ത ശേഷം നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പം കണ്ടില്ലേ, പ്രസ് ചെയ്തതും കിട്ടിയ പൂരിയുടെ വലിപ്പം. അപ്പം കണ്ടില്ലേ, ഞാനിവിടെ ഒരു കടായി വെച്ചു. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. അതുപോലെ തന്നെ ഇപ്പുറത്ത് ഞാൻ കണ്ടില്ലേ, ഈ പൂരി ഇങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൽ നിന്ന് എടുക്കുക, ഇതിലേക്ക് ഇടുക. അങ്ങനെയാണ് ചെയ്യണത്. കണ്ടില്ലേ. അപ്പോൾ ഒരു 10 പൂരി വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രസ് ചെയ്യുക, ഉണ്ടാക്കുക. അങ്ങനെയാണ് ഞാൻ ചെയ്യണത്. ഞാൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ നിങ്ങളെ കാണിക്കണേ. ഓക്കെ. വെളിച്ചെണ്ണ തിളച്ചു തുടങ്ങി. ഞാനൊരു ചെറിയ പീസ് ആട്ടിട്ടു. ഓക്കെ, വെളിച്ചെണ്ണ തിളച്ചു കേട്ടോ. കണ്ടില്ലേ, പൊങ്ങി വരുന്നുണ്ട്. അപ്പം അതാണ് അതിൻ്റെ ഒരു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത്. ഞാനിത് ഇപ്പോഴത്തെ യങ്ങർ ജനറേഷന് വേണ്ടിയിട്ടാണ് പറയണത്. കാരണം ഓൾമോസ്റ്റ് നമുക്കൊക്കെ അറിയാം പൂരി മസാല ഉണ്ടാക്കാനും. അപ്പം എന്നോട് റിക്വസ്റ്റ് ചെയ്തത് പ്രകാരമാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതായിട്ടുണ്ട്. അപ്പം ഞാൻ പൂരി ഉണ്ടാക്കി വെച്ചത് ഓരോന്നോരോന്നായിട്ട് ഇടാം, നിങ്ങളെ കാണിച്ചു തരാം. ഇട്ടു. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ കണ്ടില്ലേ, ഒറ്റ പോളയായിട്ട് വരും. അപ്പം ചിലർ പറയും ഒറ്റപ്പോളെ ആവുന്നില്ല എന്ന്. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ആട്ടമാവ് നല്ലോണം വെച്ചിട്ട് പരത്തി കഴിഞ്ഞാൽ പൂരി ഒറ്റപ്പോളെ ആവില്ല. ഞാനിവിടെ നിങ്ങളെ കാണിച്ചില്ലേ, ഞാൻ ആ ചപ്പാത്തി പ്രസ്സിൽ ചെയ്തത് ഓയിൽ പരട്ടിയിട്ടാണ്, അതായത് വെളിച്ചെണ്ണ പരട്ടിയിട്ടാണ് ഞാൻ പൂരി പ്രസ് ചെയ്തെടുത്തത്. അതുപോലെ നമ്മൾ ചപ്പാത്തി കല്ലിലാണ് പരത്തണമെങ്കിൽ ചപ്പാത്തിയുടെ പരത്തുന്ന കല്ലിൽ കുറച്ച് ഓയിൽ പരത്തിയിട്ട് ചപ്പാത്തി പരത്തുക കേട്ടോ. അതെ, നല്ല ഒറ്റ പോളയായിട്ട് കിട്ടും. ഇനി ഞാൻ 2-3 എണ്ണം കാണിച്ച് തന്നിട്ട് നിങ്ങളെ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, അടുത്തത് ഇട്ടു. അപ്പോൾ പൂരി ഉണ്ടാക്കുമ്പോൾ ഗ്യാസ് ബർണർ ഫുൾ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ.
എന്നാലേ അത് കുറച്ച് നല്ലോണം ചൂടായിട്ട് കണ്ടില്ലേ, പെട്ടെന്ന് നമുക്ക് ഒറ്റപ്പോളായിട്ട് എടുക്കാൻ പറ്റും. ഇങ്ങനത്തെ പൂരി, ചെറിയ ചെറിയ പൂരിയാണ് ഞാൻ ഉണ്ടാക്കാറ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അതാണ്, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ അത് വേണം, ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇത് കുറച്ച് നേരം നിൽക്കൂട്ടോ. ഞാനിപ്പോൾ ഇതിൽ ഈ ആട്ട കുഴച്ചയിൽ ഞാൻ റവിയൊന്നും ഇട്ടിട്ടില്ല. ചിലർ റവിയൊക്കെ ഇടാറുണ്ട്. ഞാനൊന്നുമില്ല, ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ റവിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ആട്ടയിൽ ഉപ്പും കുറച്ച് അപ്പുറത്ത് ഇതായിട്ടിരിക്കുന്നുണ്ട്, ഒരെണ്ണം കൂടി കാണിച്ചു തന്നിട്ട് ഞാൻ പിന്നെ ലാസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് പോള വരും കേട്ടോ. കണ്ടില്ലേ, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും കൊടുക്കുക. ഇങ്ങനെയാണ് പൂരി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഫുഡ് പ്രോസസ്സറും കാണിച്ചത്. അപ്പോൾ ഫുഡ് പ്രോസസ്സർ ഉള്ളവർക്ക് പെട്ടെന്ന് ആട്ട കുഴക്കുകയും ചെയ്യാം. അല്ല, കൈകൊണ്ട് കുഴച്ചാൽ ഇതുപോലെ തന്നെ വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. എളുപ്പം കുഴയ്ക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഫുഡ് പ്രോസസ്സർ. ചിലർ വീട്ടിൽ ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിലും യൂസ് ചെയ്യില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഞാനിനി ഒരെണ്ണം കൂടി കാണിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പിന്നെ ലാസ്റ്റ് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇതേ ഒരെണ്ണം കൂടി ഇട്ടു. അതും കണ്ടില്ലേ, ഒറ്റപ്പോളയിട്ട് വരുന്നവരെ നമുക്ക് അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒറ്റപ്പോളയിട്ട് വരും. കണ്ടില്ലേ, ഇതേ. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് എല്ലാം ഉണ്ടാക്കിയ ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യണേ. സ്വാദിഷ്ടമായ പൂരിയും പൊട്ടറ്റോ മസാലയും റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് കമൻസിൽ എഴുതണേ. അപ്പോൾ അടുത്തൊരു റെസിപ്പിയായി വരുന്നവരെ ബായ്.